അവസാനം രാഹുൽ ഗാന്ധിയെ കിടുകിട വിറപ്പിക്കാൻ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം, രാഷ്ട്രീയ കേരളം കൈയടിച്ചിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക സ്വീകരിച്ചത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശത്രു CPM ആണെന്ന് നമുക്കറിയാം. CPM-ന്റെ ഒരു വലിയ നേതാവുണ്ട് കണ്ണൂരിൽ, ജയരാജന്മാർ കേട്ടിട്ടുണ്ടാവില്ല. പല ടൈപ്പ് ജയരാജന്മാരുണ്ട്. സുപ്പൻ ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ. അതിലൊരു ജയരാജൻ പറഞ്ഞു, BJP-യുടെ സ്ഥാനാർത്ഥികളെല്ലാം കൊള്ളാവുന്നതാണ്. ആ ജയരാജനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. തടിയന്റെ അവിടെ ജയരാജൻ. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പം തന്നെ ആളുകൾക്ക് വലിയ ആവേശമുണ്ടായി. അത് ഇന്ന് രാവിലെ മുതൽ ഈ മണ്ഡലത്തിലെ പല കോണുകളിൽ യാത്ര ചെയ്ത ഒരു കാര്യകർത്താവ് എന്ന നിലയിൽ എനിക്കത് ബോധ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ നമുക്ക് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമാണ്, വലിയ ആവേശമാണ്. മാധ്യമങ്ങൾ പറയുന്നത് ഒരു 400 നരേന്ദ്രമോദി തന്നിട്ടുണ്ട് കൃഷി സമ്മാൻ നിധി. എന്റെ വാപ്പ നല്ല കൃഷിക്കാരനാണ്. എല്ലാ തെരഞ്ഞെടുപ്പിനും രാഷ്ട്രീയക്കാര് വീട്ടിലേക്ക് വരുമ്പോൾ വാപ്പ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ മാറി മാറി ഭരിച്ചിട്ട് ഞങ്ങൾ കൃഷിക്കാർക്ക് ഒരു നയാ പൈസ തന്നിട്ടുണ്ടോ? എന്റെ വാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിനുള്ള മറുപടിയാണ് നരേന്ദ്രമോദിയുടെ കൃഷി സമ്മാൻ പദ്ധതി. വർഷത്തിൽ 64,000 രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. 34,000 രൂപ പിണറായി വിജയന്റെ പെൻഷൻ പോലെയല്ല. അതിന് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, 80 കോടി ആളുകൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നു. കൃഷി സമ്മാൻ നിധി കേരളത്തിൽ 23 ലക്ഷം കുടുംബങ്ങൾക്ക്, 75 ലക്ഷം ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ ഇൻഷുറൻസ്, ഒരുപതി ക്ഷേമ പദ്ധതികളുണ്ട്. പക്ഷേ നമ്മൾ അറിയുമോ, ഇന്നത്തെ ആധുനിക കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ പണക്കാരും പാവപ്പെട്ടവരൊക്കെ കൂടി. അതിനാണ് നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് സ്കീം. ആ കാർഡ് കേരളത്തിൽ 75 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന മതി നരേന്ദ്രമോദി വീണ്ടും കുട്ടികാരി. പക്ഷെ പലരും പറയും ഞങ്ങൾക്കിപ്പോ ആ കാർഡ് കിട്ടുന്നില്ല. ശരിയാണ് എന്റെ സഹോദരങ്ങളെ, അത് ഇൻഷുറൻസ് കമ്പനി, ആശുപത്രി, ഗവൺമെന്റ് മൂന്നാളും കൂടി ചേർന്നാലേ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂ. നരേന്ദ്രമോദിയുടെ ആഗ്രഹം അത് എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഇല്ല. അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നതാണ്. എയിംസ് 8 ഇപ്പോൾ 24 ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ MBBS പഠിക്കണം ആഗ്രഹമില്ലേ? മോദി വരുമ്പോൾ 50,000 സീറ്റ് തരും. ഇപ്പൊ 1,08,000 സീറ്റാണ്. മോദി ആരോഗ്യ രംഗത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ആയുഷ്മാൻ കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്കെല്ലാം ആരോഗ്യ രംഗത്ത് നരേന്ദ്രമോദിയുടെ ആനുകൂല്യമുണ്ട്. അന്നാണല്ലോ മരുന്ന് 80% വില കുറഞ്ഞു കിട്ടും. അതിന്റെ പേരെന്താണെന്നറിയാം? ജനാംശ. അതിന്റെ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലായത് എപ്പോഴാണ് എന്റെ ഉമ്മ പറഞ്ഞാൽ, വീട്ടിനടുത്തൊരു മുത്തശ്ശിയുണ്ട്, എല്ലാ അസുഖമുണ്ട്. നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാം. ഒരു മാസം 10,500 രൂപ മരുന്ന്. നല്ല ഇടത്തരം കുടുംബമാണ്, പക്ഷെ വേറെ കുട്ടികൾക്ക് താങ്ങുന്നില്ല. അപ്പോഴാണ് മോദിയുടെ ജനാംശത്തെ കുറിച്ച് കേൾക്കുന്നത്. മരുന്നിന്റെ ചീട്ടായിട്ട് പോയപ്പോൾ 10,500 രൂപ മരുന്ന് 1,200 രൂപ കിട്ടി. ഇപ്പൊ മുത്തശ്ശി എല്ലാ സന്ധ്യാ നേരത്ത് എന്താ ചെയ്യുന്നറിയോ? നേരെ പൂജാമുറി പോയി ശ്രീരാമ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി. ഇതാണ് നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതി. ഈ ക്ഷേമ പദ്ധതികളെല്ലാം ഉണ്ടായിട്ടും ഒരു ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ വീട്ടിൽ നിന്ന് മുത്തശ്ശിമാര് പറയും കഴുകി പൊട്ടലാണ്. രാഹുൽ ഗാന്ധി ഒരു ദിവസം പറയാണ്, ഈ സർക്കാർ
സൂട്ട് സർക്കാരാണ് ഈ സർക്കാർ. അദാനി അംബാനിമാരുടെ സർക്കാരാണ്. രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഈ സർക്കാർ സാധാരണക്കാരുടെ സർക്കാരാണ്. സാധാരണ രോഗികളായ അമ്മമാരുടെ പ്രാർത്ഥന കിട്ടുന്ന സർക്കാരാണ്. തെരുവ് കച്ചവടം ചെയ്യുന്നവർക്ക് അവർക്ക് PM സ്വാനിധി വഴി 50,000 പലിശയില്ലാണ്ട് ലോണ് കിട്ടുന്ന സർക്കാരാണ്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഓരോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കുറെ വോട്ട് കിട്ടാൻ കാരണം പ്രധാനമന്ത്രി. ഇപ്രാവശ്യം നിങ്ങൾ അറിയോ, പ്രതിപക്ഷ നേതാവ് പോലും ആവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാലൻ പറയുന്നു, പ്രവർത്തകരെ, കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് പ്രവർത്തിച്ചോ. KC വേണുഗോപാല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുറുക്കിയെടുക്കാൻ അരക്ക് മുണ്ട് പോലും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവില്ല. നിങ്ങൾ അത്ര ദയനീയമായി പരാജയപ്പെടും. എന്തുകൊണ്ട്? ഇപ്പൊ ഇവർ പറയുന്നു കയ്യിൽ കാശില്ല ഞങ്ങൾ പ്രവർത്തിക്കാൻ. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച് കട്ടുപിടിച്ച് നിങ്ങൾ അറിയുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിന് സ്വന്തമായി പാർട്ടി ഓഫീസില്ല. എന്നാൽ ധനമന്ത്രിയായിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന, പ്രതിരോധ മന്ത്രിയായിരുന്ന ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് യൂറോപ്പിൽ 10,000 കോടിയുടെ ഫാം ഹൗസ് ഉണ്ട്. അടുത്ത വൈശാഖം യൂറോപ്പ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ രാഹുൽ ഗാന്ധിയുടെ പെങ്ങള്, രാഹുൽ ഗാന്ധിയുടെ പുതിയപ്പള റോബർട്ട് വാദ്രക്ക് ഇംഗ്ലണ്ടിൽ കൊട്ടാര സദൃശമായ 7 ഫ്ലാറ്റുകളുണ്ട്. ഒരു 20,000 കോടി കൊടുക്കുന്നത് പൈസ മുഴുവൻ കട്ടുകൊണ്ട് കോൺഗ്രസിന് പാർട്ടി മലയാളത്തിൽ വീശി കൊടുത്തിട്ട് രാത്രി കാരണം പിണറായി വിജയന്റെ മകളുടെ മാസപ്പടിയെ കുറിച്ച് EDയുടെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നോക്കും, ഉപ്പ് തിന്നവനൊക്കെ വെള്ളം കുടിപ്പിക്കും നരേന്ദ്രമോദി. നമ്മുടെ നാട്ടിലെ ഖജനാവ് മാത്രമല്ല, നമ്മുടെ പാവപ്പെട്ട സഹകാരികളുടെ ബാങ്കുകളും കൊള്ളയടിച്ചവരാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഈ വയനാട് മണ്ഡലത്തിൽ അങ്ങ് മലയോരത്ത് ഉൾപ്പള്ളി ബാങ്ക് കൊള്ളയടിച്ച് ജയിലിൽ കിടക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ശിക്ഷനാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക്, നിരവധി ബാങ്കുകൾ കൊള്ളയടിച്ചിരിക്കുന്നു. CPI-ക്കാർ കണ്ടല ബാങ്ക് തിരുവനന്തപുരത്ത് കൊള്ളയടിച്ചിരിക്കുന്നു. എന്താ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ? സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിപ്പോ കോൺഗ്രസ്സുകാരുടെ പോക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് തിരിച്ചുവിടണം. അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച കുറെ ഗാന്ധിയന്മാരുണ്ട്. ആ ഗാന്ധിയന്മാരുണ്ടാക്കിയതാണ് ഐക്യദാർഢ്യ സഹകരണ സംഘം. അതാണ് ഇന്നത്തെ സഹകരണ സ്ഥാപനങ്ങൾ. അത് CPM-ഉം കോൺഗ്രസും കയ്യൂക്കുകൊണ്ട് പിന്നീട് പിടിച്ചെടുത്തു. ഇപ്പൊ കട്ടുപിടിക്കുന്നു. നരേന്ദ്രമോദി പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ 14,000 നിക്ഷേപകരുണ്ടായിരുന്നു. 10 ആളുകൾ ഹൃദയം പൊട്ടി മരിച്ചു. മോളെ കല്യാണത്തിന് പൈസ എടുക്കാൻ പറ്റാത്ത, പൈസ എടുക്കാൻ പറ്റാത്ത 10 ആളുകൾ ഹൃദയം പൊട്ടി മരിച്ചു. ആ സഹകാരികളുടെ ശാപവാക്കിൽ മിസ്റ്റർ പിണറായി നിങ്ങൾ കത്തിച്ചാമ്പലാകുന്ന കാലം വിദൂരമല്ല. ആ പിണറായി വിജയൻ പുറക്കില്ല. അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്തതിനു ശേഷം തിഹാർ ജയിലിലേക്ക് പോയി. തിഹാർ ജയിലിൽ പോയപ്പോ ഒരു തമാശയില്ല. എന്താണെന്നറിയോ? അദ്ദേഹത്തെ 2 കുണ്ടന്മാരും 2 ചെറുപ്പന്മാരും 2 ചെറുപ്പക്കാരും വന്നിട്ട് സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? സലാം ചെല്ലിട്ടാണ്. അസ്സലാമു അലൈക്കും. കെജ്രിവാൾ ആകെ ഞെട്ടിപ്പോയി. ആരുടെ 2 ആൾ സലാം ചെല്ലി സ്വീകരിക്കുന്നത്? ആരാന്നറിയോ? നമ്മുടെ നാട്ടിലെ ആണെടുത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭായ് ഈ മലപ്പുറത്ത് നിന്ന് പൊക്കിക്കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ടിന്റെ 2 കുണ്ടന്മാരായിരുന്നു ആ സലാം ചെല്ലി ഉണ്ടാക്കിയത്. ഇവർ അഴിമതി നടത്തി ഉണ്ടാക്കിയ പൈസ ഇവിടെ ഇവരെ പ്രചരിപ്പിക്കുന്നത് ഈ BJP. ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്നത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവർ, എന്താണ് നിയമത്തിന്റെ കാര്യം നിങ്ങൾക്കറിയുമോ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയത്. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3% ഹിന്ദുക്കൾ. ഹിന്ദുക്കൾക്ക് എന്ത് പറ്റി? അവിടുത്തെ ഹിന്ദുക്കളൊന്നും പ്രസവിക്കാത്തവരാണോ? അല്ല. ഒന്നിക്കൽ അവരെ കൊന്ന്, അല്ലെങ്കിൽ മതം മാറ്റി, അല്ലെങ്കിൽ തുരത്തിയോടിച്ചു. ആ പാവപ്പെട്ട തുരത്തിയോടിക്കപ്പെട്ട പാവപ്പെട്ട അവിടുന്ന് പീഡനമേറ്റു വാങ്ങിയ ഹിന്ദുക്കൾ പൗരത്വം നൽകണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യം പ്രസംഗിച്ചത് 2002-ൽ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന കോൺഗ്രസ്. ബംഗ്ലാദേശിൽ 28% ഹിന്ദുക്കളുണ്ട്. ഇപ്പൊ 8%. ഒന്നിക്കൽ കൊന്നു, തുരത്തിയോടിച്ചു, അല്ലെങ്കിൽ നിർബന്ധമായി മതം മാറ്റി.
അവിടുന്ന് കഷ്ടപ്പെട്ട് വന്ന് അഭയാർത്ഥി ക്യാമ്പിൽ പുഴുക്കളം പതിജീവിക്കുന്ന ആ പാവങ്ങൾക്ക് പൗരത്വം നൽകണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ആണൊരുത്തൻ നരേന്ദ്രമോദി വന്നപ്പോൾ ആ പാവങ്ങൾക്ക് പൗരത്വം നൽകി. ഇതാണ് ഇവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് നൽകുന്നില്ല. കാരണം പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങളെ ഓടിച്ചിട്ടില്ല, ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളെ ഓടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ആ വിഷയം ഇവിടെ വരിക? പക്ഷെ ഇന്ത്യയുടെ പൗരത്വത്തിന്റെ വിഷയം നിങ്ങൾ അറിയുമോ? ഏത് വിദേശിക്കും 12 കൊല്ലം ഇവിടെ ജീവിച്ച് ഇന്ത്യൻ നിയമം അനുസരിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 5550 ആളുകൾക്ക് പൗരത്വം കിട്ടിയിട്ടുണ്ട്. അതിൽ 107 ആൾ മുസ്ലിങ്ങളാണ്. നമുക്കറിയില്ലേ സോണിയാഗാന്ധി ആരാ? ഇറ്റലിക്കാരിയായിരുന്നു. സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയതുപോലെ ഏത് മനുഷ്യനും പൗരത്വം കിട്ടും. അതിനൊന്നും ഒരു തടസ്സമില്ല. ഇവർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത വികസനമാണ്. വികസന പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മനോഹരമായിട്ടുള്ള 6 വരി പാത വരുന്നു. 40 കൊല്ലം മുമ്പ് വരേണ്ടതാ. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് ഇവിടെ നല്ല റോഡില്ല. ട്രാഫിക് കുരുക്കപ്പെട്ട് ശ്വാസം കൊണ്ട് വിയർത്ത് കുളിച്ച് നിൽക്കുന്നവരായിരുന്നു മലയാളികൾ. ഇപ്പൊ അതിന് മാറ്റം വരും. നല്ല റോഡ് വന്നുകൊണ്ടിരിക്കുക. നിങ്ങളറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ കൊറോണ വന്നിട്ടല്ല, ഏറ്റവും കൂടുതൽ മരിക്കുന്നത് റോഡപകടത്തില്ല. ഒരു വർഷം 1400 ആളുകൾ, ഒരു വർഷം 50,000 ആളുകൾക്ക് പരിക്കേൽക്കും. ഇവിടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വികസന രാഷ്ട്രീയത്തിൽ ഒരു യുദ്ധം പോലെ റോഡപകടം എന്ന യുദ്ധത്തിൽ മരിച്ചിരുന്ന 4500. എന്നിട്ടാണ് ഇവർ പറയുന്നു ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീനിൽ ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്നു. ഇവിടെ 10 കൊല്ലം കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ റോഡപകടത്തിൽ മരിച്ചിട്ടുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി മരിച്ചു. വികസനമില്ല. റോഡപകടത്തിൽ മരിക്കുന്നതല്ലേ, ജീവിച്ചിരിക്കുന്ന അതിനേക്കാൾ കഷ്ടം. ജീവിച്ചിരിക്കുന്ന ഒരാളെ പേര് പറഞ്ഞാൽ എന്റെ അമ്മമാരെ നിങ്ങളെ കണ്ണുനറിയാം. നമ്മളെയൊക്കെ കുടുകുടാ ചിരിപ്പിച്ച മലയാള സിനിമയിലെ മഹാനായ ഒരു പ്രതിമയുണ്ട്, ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ കേരളത്തിൽ റോഡപകടത്തിൽ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് നരേന്ദ്രമോദിയുടെ വികസനം മനസ്സിലാക്കുക. ജഗദീഷ് ശ്രീകുമാർ ഓർക്കുക, നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നെഞ്ഞര പറ നോക്കി കൂട്ടിക്കൊടുക്കുക. അതാണ് വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഈ ഗവൺമെന്റ് നടത്തുന്നു. ഏറ്റവും മുന്നിൽ പെട്ടെന്ന് കാണുന്നത് എയർപോർട്ട്. മോദി അധികാരത്തിൽ വരുമ്പോൾ 74 എയർപോർട്ട്, ഇപ്പോൾ 135 എയർപോർട്ട്. അവസാനത്തെ എയർപോർട്ട് വന്നത് എവിടെയാണെന്നറിയോ? സാക്ഷാൽ ശ്രീരാമ ജന്മഭൂമി അയോധ്യയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി 135ാമത്തെ എയർപോർട്ട്. അതിനുശേഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി 250 എയർപോർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. മോദിയുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. 2047 ആകുമ്പോൾ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാൻ അതിനാവശ്യമായ ആ വികസനത്തിലേക്ക് ഇന്ത്യക്ക് പറന്നുയരാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദിക്കുള്ള ഏറ്റവും വലിയൊരു കലിപ്പ് എന്താ പറയുക? അഴിമതിക്കാരൻ കണ്ടുകൂടാ. മോദിക്ക് തീവ്രവാദികളെ കണ്ടുകൂടാ. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഴിമതിക്കാർക്ക് രക്ഷയില്ല. ഏറ്റവും അവസാനം ഡൽഹിയിൽ മദ്യ ഇടപാടിൽ 8000 കോടി അഴിമതി നടത്തിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു ബീഹാർ ജയിലിൽ. അരവിന്ദ് കെജ്രിവാൾ അകത്തായപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് ഉറക്കില്ല. അഴിമതിവാദികൾക്കും തീവ്രവാദികൾക്കും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രക്ഷയില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. തീവ്രവാദികളും അകത്താണ്, അഴിമതിവാദികളും അകത്താണ്. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആരെ പിടിച്ചിട്ടാണ് മത്സരിക്കുന്നത്? CPI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി. എന്താണ് അവരുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ? അവരുടെ പ്രത്യേകത, അവരുടെ പ്രത്യശാസ്ത്രം കൊല്ലേണ്ടവരാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ. ആലപ്പുഴയിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാരിൽ ചെറിയ കുട്ടിയെ വിളിച്ച് മുദ്രാവാക്യം നിങ്ങൾ മറന്നുപോയോ? അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട് എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുഖത്ത് നോക്കി പറഞ്ഞ ഈ ദുഷ്ടശക്തികളുമായിട്ട് നാണമില്ലാതെ രാഹുൽ ഗാന്ധി
ഇവിടെ സഖ്യം ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ദയനീയമാണ് എന്ന് എനിക്ക് പറയേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിരവധി നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ ദേശീയ നേതൃത്വം നമുക്ക് വന്നിട്ടുള്ള സ്ഥാനാർത്ഥി കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും ചുറുചുറുക്കുള്ള നേതാവാണ് സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ശബരിമല ശാസ്താവിനെ പിണറായി വിജയൻ അപമാനിക്കാൻ വന്നപ്പോൾ നെഞ്ചു നിവർത്തി അത് തടഞ്ഞ ധീരനായ നേതാവാണ് സുരേന്ദ്രൻ എന്ന് പറയാനാണ്. അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഈ ചുട്ടുകൊള്ളുന്ന വെയിലിനെ കൂസാതെ എല്ലാ ദിവസവും രാവിലെ ഒരു 2 മണിക്കൂർ 7 മണി മുതൽ ഒരു 9 മണി വരെ, വൈകുന്നേരം ഒരു 6 മണി മുതൽ 8 മണി വരെ വീട് വീടാന്തരം കയറി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ, നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, CPM-ന്റെ ജാഥക്ക് പോകുന്നവർ പോലും താമര വോട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്ത് നിങ്ങളോട് പറയാനുള്ളത്, വെക്കേഷൻ സമയമാണ് അമ്മമാരെ, നിങ്ങൾ സ്ത്രീകളുടെ സ്ക്വാഡ് ഉണ്ടാക്കി കുട്ടികളെല്ലാം ഇപ്പൊ സ്കൂളിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുത്തയക്കേണ്ട കാര്യമില്ല, സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്ന് സ്ത്രീകളുടെ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസന്റെ സ്ക്വാഡ്, അങ്ങനെ ഓരോ സ്ക്വാഡും നമ്മുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ചാനലുകളിൽ വലിയൊരു വിവാദം എന്ന് പറയുന്ന സുരേന്ദ്രന്റെ പ്രസ്താവന. സുരേന്ദ്രൻ പറഞ്ഞു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്നായിരുന്നു. ശരിയാണ്. എന്റെ കണ്ണൂരിന്റെ പേരറിയാം, ബ്രിട്ടീഷുകാർ വിളിച്ച പേര് അത്തിക്കൽ കണ്ണൂര് ആരാ? എന്താ കണ്ണൂരിന്റെ കണ്ണന്തൂര? കണ്ണൂര് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ നാട്. ചെറുകാല എഴുതിയത് ആ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചാണ്. ആ കണ്ണൂര് കടലായി ശ്രീകൃഷ്ണന്റെ ആ പുണ്യ നാട്ടിനെ ബ്രിട്ടീഷുകാർ തെറ്റായി വിളിച്ച് കൊഞ്ഞനം കാട്ടിയതുപോലെ കണ്ണൂരിനെ കനന്നൂർ നാട്ടി. കേരളത്തിലെ ഓരോ ജില്ലയും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ എത്രയോ മുമ്പ് മാറ്റേണ്ടതായിരുന്നു ഈ പേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാകില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മദ്രാസ് എന്നാണ് ചെന്നൈ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ബ്രിട്ടീഷുകാരും അന്നത്തെ കാലഘട്ടത്തിലെ ചില അതിക്രമികളും നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ദുഷ്ടശക്തികൾ, ദേശദ്രോഹികൾ, വംശത്തിന്റെ രാഷ്ട്രീയവുമായിട്ട് വന്നിട്ട് ആളുകൾ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾക്ക് കൈയും കണക്കില്ല. അതെല്ലാം പുതിയ തലമുറയുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അതികൃത്യമായ അളന്ന് തൂക്കിയിട്ടുള്ള പ്രതികരണമാണ് കെ സുരേന്ദ്രൻ നടത്തിയത്. അതാണ് ഇപ്പോഴത്തെ വിവാദം. മറ്റൊരു വിവാദം എന്താണെന്നറിയോ? ഇന്നലെ പെരുന്നാളായിരുന്നു, ഞാനും ഈദ്ഗാഹിൽ നിസ്കരിക്കാൻ പോയി. പക്ഷെ കണ്ണൂരിലെ പണ്ഡിതന്റെ പ്രസംഗം നല്ലതായിരുന്നു. പക്ഷെ ആ തിരുവനന്തപുരത്ത് പാള ഇമാമ് പ്രസംഗിക്കുകയാണ്, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ശരിയല്ല, അത് കേരളത്തിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മുയിലാർക്ക, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറാമായതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ നിമിഷ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടി എല്ലാവർക്കും അറിയാം. ആ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ പ്രേമിക്കുന്നു, പ്രേമിച്ചിട്ട് ജീവിക്കുന്നതിനൊന്നും ആരും ഇവിടെ എതിരല്ല. പക്ഷെ ആ കുട്ടിയെ എവിടെ കൊണ്ടുവന്നു? സിറിയയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ IS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിൽ ചെന്നു. അവൻ ജിഹാദ് നടത്തി യുദ്ധത്തിൽ മരിക്കുന്നു. അവള് ജയിലാവുന്നു, അവളും കുട്ടി. ആ കുട്ടിയുടെ അമ്മ, നിമിഷയുടെ അമ്മ, ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീർത്തുള്ളികളല്ല ചോരത്തോടെ ഏറ്റു വീഴുന്ന കാഴ്ച കണ്ടവരാണ് മലയാളി. ആ നിമിഷയുടെ കഥ ഒരു സിനിമയാകുന്നില്ല. എന്തിനാണ് ആ സിനിമ? ഇവിടെ പിണറായി വിജയൻ എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുകയാണ്, മുസ്ലിം തീവ്ര ഗ്രൂപ്പുകളുടെ കയ്യടി വാങ്ങാൻ. പിണറായി വിജയൻ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആടുജീവിതമാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ. ആ സിനിമ
ആ സിനിമയിൽ നജീബിന്റെ ദുരനുഭവം ഉണ്ടായത് ഗൾഫ് നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യത്തിനെതിരായിട്ട് സിനിമയാണോ? അത് അറബ് രാജ്യങ്ങൾക്ക്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എതിരായിട്ട് സിനിമയാണോ? അല്ല, സിനിമയായിട്ട് കാണേണ്ടതാണ്. പക്ഷേ പിണറായി വിജയൻ സിനിമയെ പോലും മതത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഏറ്റവും കുടുസായിട്ടുള്ള മനസ്സിലെയാണ് പിണറായി വിജയനുള്ളത്. CPM-ന്റെ സ്ഥിതി വളരെ ദയനീയമാണ്, കഷ്ടമാണ്. ആ പ്രസ്ഥാനം ഒരു കാലത്ത് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ പിണറായി വിജയന്റെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ EMS-നെ പോലെ, AKG-യെ പോലെ, അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെ നല്ല നിസ്വാർത്ഥരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടാണ് അന്ന് ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ ഏറ്റവും വലിയ അഴിമതിക്കാരനായി മാറിയിരിക്കുന്നു. അഴിമതിക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടം എന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അഴിമതി എന്ന ക്യാൻസർ ആണ്. ആ അഴിമതി എന്ന ക്യാൻസർ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ചില്ലറയല്ല. പ്രിയപ്പെട്ടവരെ, സർവശക്തൻ ഇന്ത്യയിൽ അഴിമതി തുടച്ചു നീക്കാൻ പറഞ്ഞയച്ച ഒരു രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി എന്ന അഭിമാനത്തോടുകൂടി പറയുന്നു. ആ നരേന്ദ്രമോദിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 26-ാം തീയതി രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒരു കട്ടൻ ചായ കുടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് നരേന്ദ്രമോദിയെ മനസ്സിൽ ധ്യാനിച്ച് താമരടയാളത്തിൽ വോട്ട് ചെയ്ത് വന്നിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അതിന് ശേഷം നമ്മുടെ എല്ലാ വോട്ടും കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കണം. എനിക്കറിയാം, നമ്മുടെ പല മക്കളും കേരളത്തിൽ പുറത്ത് പഠിക്കുന്നവരാണ്, വിദേശത്ത് പഠിക്കുന്നവരാണ്. ഇപ്പൊ മുസ്ലിം ലീഗുകാർ തീരുമാനിച്ച ദുബായിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ വന്ന് വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. നമുക്കിപ്പോ അതൊന്നും സാധിക്കില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും, കൊക്കിന് ജീവനുള്ള മുഴുവൻ ആളുകളെയും നേരിട്ട് വിളിച്ചു വരുത്തി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിച്ച് ഐശ്വര്യത്തിന്റെ ചിഹ്നം താമരക്ക് കൂടുതൽ വോട്ടുണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കണം. കെ സുരേന്ദ്രൻ നമ്മുടെ സംസ്ഥാനത്തെ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ വലിയ പ്രതീക്ഷയുള്ള നേതാവാണ്. അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.